വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഷിമോഗയിലെ കുറേ വില്ലേജസ് കാണാനും പിന്നെ അവിടുത്തെ കുറച്ച് ഫോറസ്റ്റ് ഏരിയ കാണാനും. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് 2 ഹിമാലയാണ്. ഹിമാലയ പോകുന്നതിനൊരു കാര്യമുണ്ട്, കാരണം പോകുന്ന വഴികളൊക്കെ അത്രയ്ക്ക് മോശമാണെന്നാണ് കേട്ടത്. അപ്പോൾ ഒരു ഓഫ് റോഡ് പ്രതീക്ഷയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല അധികം ട്രാഫിക് തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ പിന്നെ പുറകെ ഇരിക്കുന്നവർക്ക് ഹെൽമെറ്റ് വേണ്ടെന്നുള്ള നിയമമുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഹെൽമെറ്റ് വയ്ക്കാത്തത്. അതെ, നമ്മുടെ നാട്ടിലാണെങ്കിൽ 2 ഹെൽമെറ്റ് വയ്ക്കാണ്ട് പുറത്തിറങ്ങാൻ പറ്റൂല ഗൈസ്. അപ്പോൾ അവിടുത്തെ നിയമങ്ങൾ നമ്മൾ പാലിക്കുക. അങ്ങനെ നമ്മൾ സിറ്റി വിട്ടിട്ട് നേരെ ഗ്രാമത്തിലേക്ക് കയറുകയാണ് ഗൈസ്. ഇപ്പോൾ ഗ്രാമങ്ങളിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ പോകുന്നൊരു ഡേർട്ട് റേസ് ബൈക്കറാണ്. ഐ തിങ്ക് എന്തെങ്കിലും ഒരു റേസ് കാണുക അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ കണ്ടതെല്ലാം ഫുൾ ചോളപ്പാടങ്ങളാണ് ഗൈസ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുവശങ്ങളും ചോളപ്പാടങ്ങളാണ്. അതിവിശാലമായൊരു റോഡ്. എൻ്റെ പൊന്ന് ഗൈസ്, എന്താ പറയണമെന്ന് അറിയത്തില്ല. എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഓരോ വിഷ്വൽസും. ഓരോ ഫ്രെയിമിലും നമുക്ക് അടിപൊളി പിക്ചർ എടുക്കാൻ പറ്റും. അതേ കണക്കുള്ളൊരു സ്ഥലമാണ് ഗൈസ്. ഇതൊക്കെ വൺസ് ഇൻ ലൈഫ് ടൈമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനി ഇങ്ങോട്ട് ഒരു യാത്ര പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതൊക്കെ നമ്മളൊന്ന് എൻജോയ് ചെയ്യണം ഗൈസ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അടിപൊളി റണ്ണിങ് ഷോട്ടാണ്. അപ്പോൾ ഈ റണ്ണിങ് ഷോട്ട് എടുക്കാൻ വേണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. കാരണം അതിവിശാലമായൊരു റോഡ്, അതിൻ്റെ ഇരുവശങ്ങളും നല്ല അടിപൊളിയായിട്ട് വളർന്നു നിൽക്കുന്ന മരങ്ങൾ. എൻ്റെ പൊന്ന് ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. ഞാൻ തന്നെ എടുത്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, ഒരു അടിപൊളി ഒരു ഷോട്ടാണ് ഈ എടുത്തത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിവിശാലമായിട്ടൊരു ഗ്രാമമാണ്. കാരണം ഗ്രാമത്തിലേക്കുള്ള വഴി എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ല ഗൈസ്. കാരണം നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണത്തില്ലേ, അതായത് ഒരു വെട്ട സിനിമയിലൊക്കെ കാണത്തില്ലേ, അതുപോലെയൊക്കെയുള്ളൊരു ലൊക്കാലിറ്റിയാണ്. അതുപോലുള്ളൊരു ചുറ്റുപാട്, അതിൻ്റെ അതുപോലെ ശാന്തമായിട്ടൊരു ഗ്രാമം. ഞങ്ങൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളൊരു വഴിയാണ്. അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആളൊഴിഞ്ഞൊരു സ്റ്റേഷനാണ്. അത്രയ്ക്ക് തിരക്കുള്ളതൊന്നുമല്ല. പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്ന ഈ വഴിയില്ലേ, അതൊരു രക്ഷയില്ല ഗൈസ്. ഇരുവശങ്ങളിലും അടിപൊളിയായിട്ട് തഴച്ചു വളർന്നിരിക്കുന്ന വലിയ വലിയ മരങ്ങൾ. ആ പോകുന്ന വഴി എന്ന് പറയുന്നതും ഒരു രക്ഷയില്ല ഗൈസ്. കാരണം ഞാൻ കാണിച്ചു തരാം, ആ സ്റ്റേഷൻ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേഷൻ. ഇത് ഒരു രക്ഷയില്ല ഗൈസ്. കാരണം നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമ എടുക്കാം, ഒരു ഷൂട്ടിനെ കൊടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലൊക്കെ ഒരു 90 കാലത്തിൻ്റെയൊക്കെ ഒരു ടച്ച് സിനിമ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇതൊരു ബെസ്റ്റ് ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഇനി പോകാൻ പോകുന്ന വഴി എന്ന് പറയുന്നത് ഇങ്ങനെ ഫുള്ളൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. സോ ആ ഓടിച്ചൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിവിശാലമായൊരു ഫോറസ്റ്റ് ഏരിയ, ആൻഡ് അതിൻ്റെ നടുക്കൊരു അടിപൊളി റോഡ്. എൻ്റെ പൊന്ന് കഴിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു വണ്ടി ഭ്രാന്തനാണെങ്കിൽ നിങ്ങൾക്കിത് മതി. അതായത് ഈ ഒരു കാഴ്ചകൾ മതി. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടാക്കി, എന്ത് സ്ട്രെസ് ആയിക്കോട്ടെ, എന്ത് സീനായിക്കോട്ടെ, ഇങ്ങനൊരു ലൊക്കേഷൻ കിട്ടുകയാണ്, ഇങ്ങനൊരു ഓപ്പൺ റോഡ് കിട്ടുകയാണ്, ഇങ്ങനൊരു ലൊക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് ഓടിച്ച് പോകണം ഗൈസ്. എന്ത് സ്ട്രെസ്സായാലും മാറി കിട്ടും. പിന്നീട് അങ്ങോട്ട് പോയ ഓരോ കാഴ്ചകളും അടിപൊളിയായിരുന്നു ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എത്രത്തോളം മനോഹരമാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റൂല. കാരണം അതുപോലെയാണ്, ലൈക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയൂല. കറക്റ്റ് ആ ഒരു വേർഡ്സ് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓ ഗായ്സ്, ഇത് നോക്ക്, എന്തോ ഇത്. അപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു കിഡിലിനൊരു ഓഫ് റോഡായിരുന്നു ഗൈസ്. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഹിമാലയ എടുക്കുന്നത്. കാരണം ഇങ്ങനെ കുറച്ച് കിഡിലിന് ഓഫ് റോഡ് കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ആൻഡ് ഈ ഒരു ഉൾവനത്തിന് അറ്റത്തായിട്ടൊരു ഗ്രാമമുണ്ട് ഗൈസ്. ആ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു യാത്രയാണിത്. എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ അത്രയ്ക്ക് സന്തോഷവാനാണ്. കാരണം ഇനിയൊരു കിഡിലിന് ഓഫ് റോഡ് കിട്ടുമെന്ന് എൻ്റെ ലൈഫിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഓഫ് റോഡ് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു യാത്ര പോകണമെങ്കിൽ നിങ്ങളുടെ എന്ത് സീനായാലും മാറി കിട്ടും ഗൈസ്. ലൈക്ക് നിങ്ങൾ കേട്ടില്ലേ, ടൈം ഹീൽസ് എവറിത്തിങ്. അപ്പം ആ ടൈം ഹീൽസ് എവറിത്തിങ് എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ടൈപ്പ് ഓഫ് കാര്യമാണ് യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് എന്ത് സീനായാലും, നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ, എല്ലാം നമ്മൾ മറക്കും ഗൈസ്. അപ്പോൾ ഈ ഒരു യാത്ര എന്നെ സംബന്ധിച്ച് എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഞാൻ അത്രയ്ക്ക് എക്സൈറ്റഡ് ആണ്, അത്രയ്ക്ക് സന്തോഷിക്കുന്നുണ്ട്. പോകുന്ന ഉൾവനമായതുകൊണ്ട് തന്നെ ഏത് മൃഗങ്ങൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ചാടാന്നുള്ളൊരു
ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ വിട്ടടിച്ച് പോവാണ്. എന്തായാലും നമ്മൾ പോകുന്ന വഴി നിർത്താൻ പാടില്ല. അതായത് നിർത്തുവാണെങ്കിലാണ് അത് കുറച്ചും കൂടെ അപകടകരമാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം എങ്ങോട്ടൊക്കെയാണോ അതുവരെ നമ്മൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു മൈൻഡാണ്. അങ്ങനെ നമ്മൾ അവസാനം ആ ഒരു വില്ലേജിലേക്ക് എത്തി. ആ ഒരു വില്ലേജിൻ്റെ കാഴ്ചകൾ ഇനി കാണിച്ചു തരാം ഗൈസ്. പിള്ളേരെ കണ്ട പാട്ട് വെച്ചൊക്കെ കളിക്കേണ്ടത് ഒരു അമ്പലമാണെന്ന് തോന്നുന്നു ഗൈസ്. അമ്പലമാണ് ഇവിടെ. ആട് മാട് പോത്ത് ഘടകങ്ങളൊക്കെ ഉണ്ട്. വാവ്, ഓ ഏതാ, എന്താ വ്യൂ, ഏതാ വ്യൂ. ഇറ്റ്സ് പ്യുവർ ബ്യൂട്ടി. അവിടെ കണ്ട കുറെ കുഞ്ഞു പിള്ളേരാണ്. ഈ ഒരു മരം വിട്ടിട്ട് വേണം പിള്ളേർ കാണാൻ സാധ്യതയുള്ളൂ. കാരണം ഇതൊരു അവിടെ വേറെ സ്കൂളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് വളരെ ചെറിയൊരു ഗ്രാമമാണ്. ആൻഡ് ഈ ഒരു സ്ഥലം നിങ്ങൾ നോക്കുക ഗൈസ്. അപ്പോൾ ഇത്രയൊരു ഭാഗത്ത് മാത്രമേ കോൺക്രീറ്റ് റോഡ് ഉള്ളൂ. പക്ഷെ വേണ്ട സ്ഥലത്തൊന്നും കോൺക്രീറ്റ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം എന്തെങ്കിലും ഒരു കാരണത്തിൽ, അതായത് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വരുവാണെങ്കിൽ ഗൈസ് എങ്ങോട്ടും പോകാൻ പറ്റുന്നൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ കാണുന്ന പോലെ റോഡൊക്കെ ഭയങ്കര ഷോക്കാണ്. ഷോക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ഡെവലപ്മെൻറ്റ് ഇല്ല ഗൈസ്. ഭയങ്കര ഒരു ഗ്രാമീണ ജീവിതത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തികച്ചും നഗരത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഞാൻ നോക്കിയിരുന്നു ഗൈസ്, ഇവിടെ റേഞ്ചൊക്കെ വളരെ തീരെ കുറവാണ്. റേഞ്ചേ ഇല്ല ഗൈസ് സത്യം പറഞ്ഞാൽ. പിന്നെ നിങ്ങൾ കണ്ടവർ ഇവിടുത്തെ കുഞ്ഞു മക്കളൊക്കെ ഹൈ സ്കൂളിലാണ് പോകുന്നതെന്നോ അവർ പഠിക്കുന്നുണ്ടോയെന്നോ എനിക്ക് അറിയത്തില്ല ഗൈസ്. എന്നെ സംബന്ധിച്ച് അവരൊക്കെ പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പം അവർക്ക് വേണ്ട ഇത്ര സൗകര്യം ഇവിടെ എന്തെങ്കിലുമൊക്കെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ് ഗൈസ്, നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. എങ്ങനെയാണ് ഈ ഒരു സ്ഥലം. ഇവിടെ ഏറ്റവും കൂടുതൽ ചോളകൃഷിയും വേണ്ടത്ര കൃഷികളും പിന്നെ കന്നുകാലികളും ഒക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ ആ ഒരു കാര്യം മാത്രമല്ലല്ലോ, വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു സാധനം കൂടെ വേണ്ടേ ഗൈസ്. അപ്പോൾ അതാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ ഇവിടുത്തെ വീടുകളും റോഡുകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരുപാടുണ്ട് ഗൈസ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിരിക്കുന്നു ഗൈസ്. ഇതേ അകലെ ഒരു നല്ലൊരു മൊട്ടക്കുന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ചോളപ്പാടം. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. ഇവിടുത്തെ ഒരു ചുറ്റുപാടൊക്കെ ഭയങ്കര രസമുണ്ട് ഗൈസ് കാണാൻ. ഗൈസ്, അപ്പം നിങ്ങൾ ഈ ഒരു സ്ഥലമൊക്കെ നോക്കി. അവിടെ നിന്നൊരു ട്രാക്ടർ ഏട്ടന്മാർ വരുന്നുണ്ട്. അപ്പോൾ അവന്മാരോട് ചോദിക്കാം ഇവിടെ ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. നമ്മൾ എവിടെ പോയാലും ഒരു സേഫ്റ്റി കൺസേൺ വേണമല്ലോ ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് അവന്മാരോട് ചോദിക്കുന്നത്. നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല ഗൈസ്. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് അടുത്ത വീഡിയോ കാണിച്ചു തരാം.